ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത്. അവിടെ പിന്നെ CPM-ന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാണ്. പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാൻ ആൾ നിൽക്കുന്നുണ്ട്. അവരാരെയും മാറ്റിയൊന്നുമില്ല, എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല. ഇനി പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല. അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല, പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ, കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളതാണ് പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു. പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല, വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവിടെ വന്നിറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, ആർക്കാണെങ്കിലും ഉണ്ട്. പക്ഷെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറി പറഞ്ഞും ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കുന്ന ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം, എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ സുഹൃത്താണ് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട, ഞാൻ പറഞ്ഞു അത് CPM-ന് ഉണ്ടാവും. മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്തമായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ്? ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം ശിക്ഷിച്ച് ജയിലിലടക്കപ്പെട്ട ആളുകൾ ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായാണ് പാലക്കാട്ടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ പറയുന്നത് അയാൾ പാലക്കാട്ടേക്ക് വരണമോ വേണ്ടയോ എന്നത് അയാൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയാണ്. ഏതായാലും ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വാർത്ത തള്ളിക്കളയുമ്പോൾ തന്നെ രാഹുൽ മടങ്ങി എത്രയോ വേണ്ട എന്ന കാര്യത്തിൽ ഒരു നിലപാടും പറയുന്നില്ല ഷാഫി പറമ്പിൽ.